സ്നേഹിതരെ, ലോകമെമ്പാടുമുള്ള മലയാളികളെ മനസ്സുകൊണ്ട് ഒന്നിപ്പിക്കുന്ന അനുപമമായ സന്ദർഭമാണ് ഓണം. ജാതി മതവർഗ വർണ്ണഭേദങ്ങൾ കൂടാതെ എല്ലാവരും സാഹോദര്യത്തോടെ കഴിയുന്ന ഒരു ലോകമാണ് ഓണത്തിൻ്റെ പുരാവൃത്തവും വിഭാവനം ചെയ്യുന്നത്. മഹാബലിയെക്കുറിച്ചുള്ള മിത്ത് കുട്ടിക്കാലം മുതലേ എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. അസുരനാണല്ലോ ദാനധർമ്മങ്ങളിലൂടെ കീർത്തി നേടിയ മഹാബലി എന്ന ചക്രവർത്തിയായി മാറിയത്. ഒരസുരന് പോലും ദാനധർമ്മത്തിലൂടെ ദേവന്മാരെക്കാൾ കീർത്തിമാനാകാം എന്ന പാഠം മഹാബലിയുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. കള്ളവും ചതിയുമില്ലാതെ അഴിമതി വിമുക്തമായ സത്യം മാത്രം പുലരുന്ന ഒരു നാടിനെയാണ് ഓണപ്പാട്ടുകളിലൂടെ നാം സ്വപ്നം കാണുന്നത്. ഓണം പ്രകൃതിയുടെ ഉത്സവം കൂടിയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതി വിഭവങ്ങളെ കരുതലോടെ ഉപയോഗിക്കുവാൻ നാം ഉത്തരവാദിത്വം കാട്ടണം. വയനാട് ദുരന്തത്തിൻ്റെ നടുക്കം വിട്ടുമാറുന്നതിന് മുമ്പാണ് ഓണനാളുകളിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഒരുമിച്ച് കുടുംബമായി ഓണം ആഘോഷിക്കുവാൻ നിർവാഹമില്ലാതെ പോയ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള സന്ദർഭം കൂടിയാണ് ഈ വർഷത്തെ ഓണം. വയനാട് ദുരന്ത ഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ നാം നേരിട്ട് മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണിത്. നമ്മുടെ ആർഭാടം ഒഴിവാക്കി സഹോദരങ്ങൾക്ക് സഹായകമായി മാറുവാൻ എല്ലാ മലയാളികൾക്കും കഴിയുമ്പോഴാണ് മാവേലി നാട് യാഥാർത്ഥ്യമാകുന്നത്. ഈ ഓണക്കാലം അതിനെ സഹായിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.